ഇന്നലെ രാത്രിയോടുകൂടിയൊക്കെ സമൂഹമാധ്യമങ്ങളിലാണ് എൻ്റെയും ശ്രദ്ധയിൽ ഈ വാർത്ത പെട്ടത്. അതേ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് ഒരു വമ്പൻ അംഗീകാരം, ദേശീയ അംഗീകാരം നമ്മുടെ തിരുവനന്തപുരം നഗരസഭയെ തേടിയെത്തിയിരിക്കുന്നു. മേയർ ആര്യ രാജേന്ദ്രനെ തേടിയെത്തിയിരിക്കുന്നു എന്നുള്ള ആ വാർത്ത, ആ ദൃശ്യമാണിപ്പോൾ നമ്മൾ കാണുന്നത്. പ്രധാനമന്ത്രിയുടെ PM സ്വനിധി, ആ പേര് ഒന്നുകൂടി പറഞ്ഞു നോക്കാം. PM സ്വനിധി പ്രൈസ് എന്നാണ് ആ പുരസ്കാരത്തിൻ്റെ പേര്. തിരുവനന്തപുരം നഗരസഭയ്ക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത്. പ്രധാനമന്ത്രിയുടെ PM സ്വനിധി പ്രൈസ് പുരസ്കാരം തിരുവനന്തപുരം നഗരസഭയ്ക്ക് ലഭിച്ചു. വഴിയോര കച്ചവടക്കാരുടെ ക്ഷേമവും സാമ്പത്തിക പങ്കാളിത്തവും വർദ്ധിപ്പിക്കാനും ശക്തിപ്പെടുത്താനുമുള്ള പ്രവർത്തനങ്ങളിൽ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ 3ാം സ്ഥാനം നേടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ മികവ് തെളിയിച്ചത്. കേരളത്തിൽ നിന്ന് ഈ നേട്ടം കൈവരിക്കുന്ന ഏക തദ്ദേശ സ്ഥാപനവും തിരുവനന്തപുരം നഗരസഭയാണ്. ദില്ലിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടറിൽ നിന്നും അവാർഡ് അഭിമാനപൂർവ്വം ഏറ്റുവാങ്ങുകയായിരുന്നു തിരുവനന്തപുരത്തിൻ്റെ മേയർ ആര്യ രാജേന്ദ്രൻ. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ, ആ ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഏത് സാഹചര്യത്തിലും വസ്തുതകളൊക്കെ വിസ്മരിച്ചും മാറ്റിവെച്ചും മേയറെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുക, അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരസഭയെ ഇകഴ്ത്തിക്കാട്ടാൻ ശ്രമിക്കുക എന്ന് പറയുന്ന വളരെ വലിയൊരു പ്രചാരണം നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നൊരു കാലത്താണ്. അത്തരം താല്പര്യക്കാർ നാട്ടിലുള്ളപ്പോഴാണ് ഒരു നഗരസഭ വളരെ നിശബ്ദമായി, അതും ആർക്കു വേണ്ടിയാണ്? വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി ഒക്കെ. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഇപ്പോൾ പാളയത്ത്, തിരുവനന്തപുരം നഗരത്തിലെ പാളയത്ത് നമ്മുടെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൻ്റെ വശത്തായിട്ട് ഈ പുസ്തക കച്ചവടക്കാർക്ക് വേണ്ടിയിട്ട് ആ വഴിയോരം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അവിടെ ആ വഴിയോരം മെച്ചപ്പെടുത്തി നല്ല നിലയിൽ അതിന് മേൽക്കൂരയൊക്കെ ഇട്ട്, അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു കോർപ്പറേഷനാണ് ഇതിനുള്ളൊരു സൗകര്യം ഒരുക്കി തന്നത്. അവിടെ 100 കണക്കിന് കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ്, ചെറുപ്പക്കാരാണ്, മുതിർന്നവരാണ്. നമ്മൾ നേരത്തെ കണ്ട അദ്ദേഹത്തെ പോലെ 84ാമത്തെ വയസ്സിലും പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലേക്കൊക്കെയുള്ള മനുഷ്യരവിടെ വന്ന് മഴ നനയാതെ അടുക്കി വെച്ച പുസ്തകങ്ങളിൽ നിന്ന്, ഈ സെക്കൻഡ് ഹാൻഡ് പുസ്തകങ്ങൾ നമ്മൾ പറയില്ലേ, അപ്പോൾ ആ പുസ്തകങ്ങൾ വാങ്ങുന്നു, കുറേ തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ അവർക്ക് ഈ മഴയത്ത് മറ്റ് എലിശല്യമില്ലാതെ, ഞാൻ അവരോട് ചോദിച്ചു, അപ്പോൾ പൊതുനിരത്തിന് സമീപത്തല്ലേ ഇത്തരം ശല്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതിനെയൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയും വിധം ഒരു സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിലൂടെ ഒരു പിടി സ്റ്റോളുകളാണ്, പുതിയ സ്റ്റോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ഇങ്ങനെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ വഴിയോര കച്ചവടക്കാരുടെ കാര്യത്തിൽ ഞാൻ നേരിട്ട് കണ്ടൊരു അനുഭവം പറഞ്ഞതാണ്. അപ്പോൾ വഴിയോര കച്ചവടക്കാരുടെ ക്ഷേമം ഉറപ്പാക്കും വിധം രാജ്യത്ത് പ്രവർത്തിച്ച നഗരസഭയിൽ 3ാം സ്ഥാനം നമ്മുടെ തിരുവനന്തപുരത്തെ കോർപ്പറേഷന് ലഭിച്ചു എന്നുള്ളതാണ്. കേരളത്തിൽ നിന്ന് ആ നിലയിൽ ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെടുന്ന ആദ്യ തദ്ദേശ സ്ഥാപനം എന്നതുകൂടി തിരുവനന്തപുരം നഗരസഭയെക്കുറിച്ചുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ജോയിയുടെ മരണം നമുക്ക് മറക്കാൻ കഴിയുന്നത്, നമുക്കൊരു പാഠമാണ്, ഒരു അനുഭവമാണ്, വേദനയാണ്. കാരണം ഈ മാലിന്യം നീക്കം ചെയ്യാൻ ആ റെയിൽവേ ടണലിൽ ഇറങ്ങിയ മനുഷ്യനുണ്ടായ ദാരുണ അന്ത്യം, അതുപോലും യഥാർത്ഥത്തിൽ വസ്തുതകൾ പോലും വിസ്മരിച്ചുകൊണ്ട് കേട്ടപാതി ചാടിപ്പുറപ്പെട്ട മനുഷ്യരുടെ നാടാണ്. എങ്കിൽ ഇതിരിക്കട്ടെ എന്ന നിലയിൽ നഗരസഭയെ പറയുക, മേയറെ പറയാനൊരു അവസരം എന്ന നിലയിൽ വസ്തുതകളെ വിസ്മരിക്കുക, കാണാതിരിക്കുക, അത് പരിശോധിക്കാതിരിക്കുക, മെല്ലെ അത് മാറി വന്നതറിയാമല്ലോ. പിന്നീട് അതിൽ റെയിൽവേയുടെ വലിയ അവഗണന, അതവിടെ നിന്ന് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കൈരളി വാർത്തയിലൂടെ പുറത്തു കൊണ്ടുവന്നു. ഇന്ന് പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ കണ്ടു. റെയിൽവേ പോലൊരു വലിയ പൊതുമേഖലാ സ്ഥാപനം കേരളത്തോട് കാട്ടുന്ന വലിയ നിഷേധാത്മകമായ അവഗണനയുടെ, മാലിന്യ സംസ്കരണത്തിൻ്റെ മര്യാദയില്ലാത്ത ഒരു രീതി, അത് മറച്ചുവെച്ച് അതേക്കുറിച്ച് പരിശോധിക്കാതെ, അതിനുവേണ്ടി ഇറക്കുന്ന തൊഴിലാളിക്ക് അതിനുവേണ്ട സുരക്ഷിതത്വം ഉറപ്പാക്കാതെ, ശാസ്ത്രീയ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കാതെ, ആ കരാറുകാരൻ അതിനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോഴും വെളിപ്പെടാത്ത വിധം നിൽക്കുന്ന ഒരുപാട് ദുരൂഹതകൾ റെയിൽവേയുമായി ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അവിടെ തൊട്ടിപ്പുറത്ത് നഗരസഭ എന്ന സാധ്യത കാണുമ്പോൾ നഗരസഭയുടെ നേരെ കയറുക എന്ന നിലയിൽ നിൽക്കുന്ന ഒരു സമീപനത്തിൻ്റെ മുമ്പിലാണ് ഈ ദേശീയ പുരസ്കാരം അങ്ങനെ ദില്ലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയത് എന്നുള്ളതാണ് ആ ചിത്രം ഓർമ്മിപ്പിക്കുന്നത്. അതിനപ്പുറം കൂടുതൽ വിശദാംശങ്ങളൊക്കെ വരേണ്ടതുണ്ട്. മേയറൊക്കെ ഇതിനോട് പ്രതികരിക്കുമെന്ന് വിചാരിക്കുന്നു. അതിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നും കരുതുകയാണ്. തിരുവനന്തപുരം നഗരസഭയ്ക്ക് ലഭിച്ച ദേശീയ അംഗീകാരം, പ്രധാനമന്ത്രിയുടെ പേരിൽ തന്നെ നൽകുന്ന ഒരു അംഗീകാരം തിരുവനന്തപുരം നഗരസഭയ്ക്ക് ലഭിച്ചതുമായി, കേരളത്തിലെ തിരുവനന്തപുരം നഗരസഭയിലെ മുഖ്യ പ്രതിപക്ഷം BJP ആണ്. ആ BJP മുഖ്യ പ്രതിപക്ഷമായിരിക്കുമ്പോഴാണ് അവിടെ ദേശീയ തലത്തിൽ ഈ നഗരസഭ ആദരിക്കപ്പെടുന്നത്, അംഗീകരിക്കപ്പെടുന്നത്. 3ാം റാങ്കാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച 3ാമത്തെ തദ്ദേശ സ്ഥാപനം എന്ന നിലയിലാണ് തിരുവനന്തപുരം
തിരുവനന്തപുരം കോർപ്പറേഷന് അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കോമള ശശിധരൻ എഴുതുന്നൊരു കാര്യമുണ്ട്. മേയറെ കുറ്റം മാത്രം പറയുന്ന എല്ലാവരും ഈ വാർത്ത നന്നായി കാണുക, ഈ വാർത്ത അറിയുക എന്ന് എഴുതിയിട്ടുണ്ട്. മേയർക്ക് അഭിവാദ്യങ്ങൾ, അഭിനന്ദനങ്ങളെന്ന് ചന്ദ്രൻ എഴുതുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഈ അഭിനന്ദനങ്ങളെന്ന് ഷീബ എഴുതുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഒരു വഴിയോര കച്ചവടക്കാരുടെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞത്, ഇത്തരം അത് കൈരളി എന്തുകൊണ്ട് നേരിട്ട് പറഞ്ഞത് ചാനലിൽ കാണിക്കുന്നില്ല എന്ന് സൂചിപ്പിച്ചു. വഴിയോര കച്ചവടക്കാരുമായി ബന്ധപ്പെട്ട ഇത്തരം നിരവധി റിപ്പോർട്ടുകൾ ഗുഡ് മോർണിംഗ് കേരളത്തിൽ തന്നെ നേരത്തെ വന്നിരുന്നു. നിശ്ചയമായി ഈ അവാർഡിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ വഴിയോര കച്ചവടക്കാരുടെ ക്ഷേമം രാജ്യം ശ്രദ്ധിക്കുന്ന വിധത്തിൽ ഈ നഗരസഭ എങ്ങനെയൊക്കെയാണ് ചെയ്തത്, എന്താണ് അതിൻ്റെ ഒരു കഴിഞ്ഞ കാലത്ത് ചെയ്ത കാര്യങ്ങൾ നിശ്ചയമായും കൂടുതലായി അറിയാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഈ അംഗീകാരം. ആ നിലയിൽ തന്നെ അത്തരം റിപ്പോർട്ടുകൾ നമുക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ വഴിയോര കച്ചവടത്തിൻ്റെ ദൃശ്യം കൊടുത്തുകൂടെ എന്ന് സന്തോഷ് ചോദ്യം. ഞാനതാണ് പറഞ്ഞത്, ഈ അവാർഡിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അത്തരം വിവരങ്ങളിൽ ഒരുപക്ഷേ കേരളത്തിൻ്റെ പൊതുസമൂഹം, മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങളാകാം, എല്ലാ പൊതുമാധ്യമങ്ങൾ ഏതുമാവാം, ഓൺലൈനുകളാകാം, എല്ലാവരും സമൂഹ മാധ്യമമൊക്കെ കുറേ കൂടി ശ്രദ്ധിക്കാൻ അത് ഇടവരുത്തും എന്ന് വിചാരിക്കുന്നു. കോർപ്പറേഷന് അഭിവാദ്യങ്ങൾ എന്നാണ് സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് എഴുതുന്നത്. അപ്പോൾ ഇതൊരു പൊതുവായി എല്ലാവരെയും തദ്ദേശ ഭരണ ചട്ടങ്ങൾ ആഴത്തിൽ ഹൃദ്യമാക്കി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണത്തിൽ മികച്ച നിലയിൽ മുന്നോട്ട് പോകുന്നു, മേയറും അഭിനന്ദനങ്ങൾ എന്നൊക്കെയുള്ള കമൻറ്റുകൾ വരുന്നുണ്ട്. വലിയ തോതിലുള്ള ഈ വാർത്തയോട്, ഈ വിവരത്തോട് നല്ല പ്രതികരണമാണ് പൊതുവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനൊരു പ്രത്യേകത കൂടിയുണ്ട്. ചിലത് കാണാതെ പോവുക എന്നുള്ളത് ഒരു പൊതുശീലമായി മാറുന്നുണ്ട്. പ്രത്യാരോപണങ്ങളെ തൃണവൽഗണിച്ച് മുന്നോട്ട് പോവുക എന്ന ആശംസകൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നുണ്ട്. ഇതിനിടയിൽ ആരോ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ജോയിയെ കൊന്നതിനാണോ എന്ന മട്ടിൽ ചോദിക്കുന്നുണ്ട്. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, വസ്തുതകളെ മനസ്സിലാക്കാതെ കേവലമായ പ്രചാരണത്തിലേക്ക് പോവുക എന്നുള്ളത്. റെയിൽവേ ടണലിലാണ് ആ മനുഷ്യൻ ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളുമില്ലാതെ റെയിൽവേ കൊടുത്തൊരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ആ കരാറുകാരൻ്റെ തൊഴിലാളിയായി അവിടെ ചെന്ന് ഇറങ്ങിയത്. അത് നഗരസഭയിലൂടെ ഒഴുകുന്ന, നഗരസഭയുടെ അധികാര അതിർത്തിയിൽ വരുന്ന ആമയിഴഞ്ചാൻ തോടിൻ്റെ ഭാഗമേ ആയിരുന്നില്ല, റെയിൽവേ ടണലാണത്. ആ ടണലിൽ കാലങ്ങളായി മാലിന്യം അടിഞ്ഞുകൂടി കിടന്നതിൻ്റെയൊക്കെയുള്ള ഒരുപാട് ഭീതിതമായിട്ടുള്ള, നമ്മളെയൊക്കെ വല്ലാതെ ഞെട്ടിപ്പിക്കുന്ന ഒരു അവസ്ഥ. അത് നഗരസഭ തന്നെ എത്രയോ തവണ നോട്ടീസ് കൊടുത്തതിന് ശേഷമാണ് ഇത്ര അപരിഷ്കൃതമായ രീതിയിൽ കാടത്തം നിറഞ്ഞ നിലയിൽ അത് ഒരു കരാറ് കൊടുത്തൊരു തൊഴിലാളിയെ ഇറക്കി ഒരു ജീവൻ രക്ഷാ സംവിധാനങ്ങളുമില്ലാതെ, ആ റെയിൽവേ ടണലാണ്, തോട് പോലുമല്ല, ആ തോടിനുള്ളിൽ നിർമ്മിച്ചിട്ടുള്ള റെയിൽവേയുടെ അധീനതയുള്ള പ്രദേശത്തെ റെയിൽവേ ടണലാണത്. മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തെ മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന മട്ടിലോ അല്ലെങ്കിൽ മറച്ചു വെച്ചിട്ടോ ഒരു പ്രചാരണം നടത്തുക, ഇത്തരം പ്രചാരണങ്ങൾക്ക് അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് പറയാൻ ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. നമുക്കേതായാലും ഇത്തരം വസ്തുതകളെ വിലയിരുത്തുക, അതിൻ്റെ ശരിതെറ്റുകൾ അറിയുക എന്നത് വളരെ പ്രധാനപ്പെട്ടത് തന്നെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരുടെ ഭാഗത്താണ് ശരി, ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ജാഗ്രത കൂടി നമ്മുടെ സമൂഹത്തിന് കൂടുതലായി ഉണ്ടാവേണ്ടതുണ്ട്. വലിയ തോതിൽ വ്യാജ പ്രചാരണങ്ങളിലേക്ക് വീണുപോകുന്ന ഒരു പൊതു സാമൂഹ്യ അന്തരീക്ഷം കേരളത്തിലുണ്ട് എന്നതുകൂടി ഈ അനുഭവങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്.